ഉമേഷ്, അതിശക്തമായ ഒരു പ്രതിഷേധമായിരുന്നു SFI ഇന്ന് സർവകലാശാലയിൽ സമരമതിൽ ഉയർത്തിക്കൊണ്ട് പ്രകടിപ്പിച്ചത്. RSSന്റെ തിട്ടൂരത്തിന് വഴങ്ങാൻ തയ്യാറല്ല എന്നതിന്റെ ഭാഗമാണ് ഈ സമരം എന്നാണ് സമരക്കാരെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ സമരം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടോ? സമരത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? SFI സമരം അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരള സർവകലാശാലയെ പിടിച്ചുകുലുക്കിയോ? JK, സമാനതകളില്ലാത്ത ഒരു സമരമായിരുന്നു ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് നടന്നത്. സാധാരണഗതിയിൽ ഒരു SFI, പ്രത്യേകിച്ച് ഭരണമുള്ള ഘട്ടത്തിൽ ഒരു SFI സമരമെല്ലാം നടത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ചെറിയ രീതിയിലുള്ള ഉന്തും തള്ളും, അതിനുശേഷം ഒരു ജലപീരങ്കി പ്രയോഗിക്കൽ, അതിനുശേഷം സമരം അവസാനിപ്പിച്ച് പോവുക എന്നുള്ള നിലപാടായിരുന്നു മുൻപെല്ലാം എടുത്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് സമരം ആരംഭിച്ചു. സമരം നടത്തുന്ന SFI പ്രവർത്തകർ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് എത്തുന്നു. ആസ്ഥാനത്ത് ഏറ്റവും മുന്നിലെ കവാടത്തിൽ വെച്ച് ബാരിക്കേഡുകൾ വെച്ച് തന്നെ ഈ സമരം പോലീസ് തടയുന്നു. പക്ഷേ ആ ബാരിക്കേഡുകളെല്ലാം മറികടന്നുകൊണ്ട് SFI പ്രവർത്തകർ മതിലുകൾ ചാടി ആദ്യം യൂണിവേഴ്സിറ്റിക്ക് വരുന്നു. അകത്തേക്ക് വന്ന് ആദ്യം നമ്മൾ ഈ കാണുന്ന, അതായത് രജിസ്ട്രാറുടെ ചേംബറുണ്ട്, രജിസ്ട്രാറുടെ ഓഫീസും അവിടെ തന്നെയാണ്. ഈ രജിസ്ട്രാറുടെ ഓഫീസിൻ്റെ മതിലുകൾ ചാടിക്കടക്കുകയാണ് ഉണ്ടായത്. പക്ഷേ മതിലുകൾ ചാടിക്കടന്ന അവരുടെ ഉദ്ദേശം മുകളിൽ VCയുടെ ചേംബറിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ഗ്രില്ലുണ്ടായിരുന്ന സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. തൊട്ട് പിന്നാലെ ഇവർ ഇവിടുന്ന് ചാടിക്കടന്നാണ് പ്രധാന കവാടം, അതായത് പ്രധാന വാതിലുകൾക്ക് സമീപത്തേക്ക് വന്നത്. പ്രധാന വാതിലുകൾക്ക് സമീപത്ത് പോലീസ് ഈ SFI പ്രവർത്തകരെ തടഞ്ഞു. ഏകദേശം 20 മിനിറ്റോളം ഈ പ്രധാന വാതിലിന് മുന്നിലായിരുന്നു SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായത്. ഒടുവിൽ SFI പ്രവർത്തകർ ഈ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുകയാണ് ഉണ്ടായത്. ഈ വാതിൽ നേരത്തെ അകത്തു നിന്നും പൂട്ടിയിരുന്നു. ഒടുവിൽ ഈ വാതിൽ SFI പ്രവർത്തകർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അതിനുശേഷമാണ് നമ്മൾ കണ്ട സമാനതകളില്ലാത്ത ഒരു നാടകീയ സംഭവങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പൂർണ്ണമായി സ്തംഭിപ്പിച്ചുകൊണ്ട് നടന്നത്. ഈ VCയുടെ ചേംബറിലേക്ക് പോകുന്ന പടിക്കെട്ടുകൾ പൂർണ്ണമായി SFI പ്രവർത്തകരുടെ കയ്യിലായിരുന്നു. അതിനുശേഷം VCയുടെ ചേംബറിലേക്ക് തൊട്ട് പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ കാണുന്ന പോലുള്ള സമാനമായ ഗ്രില്ലുകളുണ്ട്. ഈ ഗ്രില്ലുകൾ കൊണ്ട് തടസ്സപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ SFI പ്രവർത്തകർ ഈ VCയുടെ ചേംബറിലേക്ക് തന്നെ പോയേനെ. എന്തായാലും ഇത്തരത്തിൽ ഗ്രില്ലുകൾ കൊണ്ട് തടസ്സപ്പെടുത്തിയെങ്കിലും SFI പ്രവർത്തകർ സമരത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അവർ ഏകദേശം അരമണിക്കൂറോളം പോലീസും SFI പ്രവർത്തകരും അവിടെ മുകളിൽ പരസ്പരം ഉന്തും തള്ളും സംഘർഷാവസ്ഥയിലേക്കും വരെ കാര്യങ്ങളെത്തി. ഒടുവിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി ബലം പ്രയോഗിച്ച് തന്നെയായിരുന്നു ഓരോ SFI പ്രവർത്തകരെയും അവിടെ നിന്ന് മാറ്റിയത്. SFI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റു. അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് താഴേക്ക് എത്തിച്ച ശേഷം നമ്മൾ ഈ കാണുന്ന പടവുകളിൽ ഏകദേശം 1 മണിക്കൂറോളം അവർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവിടെ നിന്ന് അവർ പോകാൻ തയ്യാറായില്ല. ഇവിടെ ഇരുന്നു കൊണ്ടായിരുന്നു പ്രതിഷേധം തുടർന്നത്. ഒടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തി ഈ സമരക്കാരെ അനുനയിപ്പിച്ച് ഒടുവിലാണ് സമരം അവസാനിപ്പിക്കാൻ അവർ തയ്യാറായത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു സമരത്തിന് SFI ഇന്നൊക്കെ സർവകലാശാല ആസ്ഥാനത്ത് നേതൃത്വം നൽകി. അതൊരു സൂചനയാണ്. ഈ വരും ദിവസങ്ങളിലും സമരമുണ്ടാകും. നാളെ പൊതുപണിമുടക്കായതിനാൽ നാളെ സമരമില്ല. മറ്റന്നാൾ എങ്ങോട്ടാണോ സർവകലാശാല ആസ്ഥാനത്തേക്ക് VC എത്തുകയാണെങ്കിൽ ഇങ്ങോട്ടും, അല്ല എങ്കിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്താൻ ഇപ്പോൾ SFI തീരുമാനിച്ചിട്ടുണ്ട്. ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണി ഭരണത്തിലിരിക്കുമ്പോൾ ഇടത് വിദ്യാർത്ഥി സംഘടന ഇത്ര ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത് പതിവില്ല. പക്ഷേ ഇവിടെ ഗവർണറുമായുള്ള SFIയുടെ സമരം എന്നാണ് SFI നേതാക്കൾ പ്രഖ്യാപിച്ചത്. ഈ സമരത്തെ നേരിടുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് തുടക്കത്തിൽ പോലീസുകാർ എത്താൻ വൈകി, മതിയായ എണ്ണമുണ്ടായിരുന്നില്ല പോലീസുകാർക്കെന്ന പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് SFIക്കാർക്ക് ഈ ക്യാമ്പസിനകത്ത് കടക്കാനും സർവകലാശാല കെട്ടിടത്തിനകത്ത് കടക്കാനും ഒക്കെ കാരണമായി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. പോലീസിന്റെ ഭാഗത്ത് ഈ സമരത്തെ നിയന്ത്രിക്കുന്നതിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലീസ് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരുപക്ഷെ സമരം ഇത്രത്തോളം രൂക്ഷമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ പോലീസിനും ഉണ്ടായിരുന്നില്ല. പോലീസ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമാധാനപരമായിട്ട് വളരെ സംയമനത്തോടു കൂടിയാണ് ഈ പോലീസ് സമരത്തെ തുടക്കത്തിൽ നേരിട്ടത്. പക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് സമരക്കാർ കയറിയതോടുകൂടി പോലീസിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പൂർണ്ണമായി സമരം കൈവിട്ടു പോവുകയാണ് ഉണ്ടായത്. ഒരിക്കലും പോലീസിന്റെ ഒരു കണക്കുകൂട്ടൽ, സാധാരണ ഭരണത്തിലിരിക്കുമ്പോൾ ഇത്രത്തോളം രൂക്ഷമായി സമരം SFI പ്രവർത്തകർ ചെയ്യാറില്ല, DYFIയും ചെയ്യാറില്ല. സാധാരണ ചെറിയ രീതിയിലുള്ള ഒന്നും
പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ജലപീരങ്കി വരെ പരമാവധി എത്താറുണ്ട്. ഒരു ലാത്തി ചാർജിലേക്കൊന്നും അങ്ങനെ എത്താറില്ല. അതുകൊണ്ട് തന്നെ ഒരു ലാത്തി ചാർജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ഷീൽഡ് എല്ലാം കരുതിയിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഷീൽഡ് കൊണ്ട് തടക്കുക എന്നുള്ള ഒരു മുൻകരുതൽ മാത്രമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലേക്ക് SFI പ്രവർത്തകർ കയറിയതോടുകൂടിയാണ്. ആ ബ്ലോക്കിലേക്ക് കയറിയപ്പോൾ ഈ ബ്ലോക്ക് പൂർണ്ണമായി SFI പ്രവർത്തകർ കൈയടക്കി. അവിടേക്ക് പോലീസിന് എത്താൻ പോലും കഴിയാത്ത രീതിയിൽ മുദ്രാവാക്യങ്ങളും വിളിച്ച് ആവേശത്തോടു കൂടി തന്നെ SFI പ്രവർത്തകർ ഇതിനുള്ളിൽ നിന്നു. സ്വാഭാവികമായി പോലീസിന് അകത്തേക്ക് കടക്കുന്നതിന് പോലും പല പരിമിതികളുണ്ടായിരുന്നു. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് പോലീസ് അകത്തേക്ക് പോലും കടന്നത്. തുടക്കത്തിൽ ഒരിക്കലും പോലീസ് കരുതാത്ത രീതിയിലുള്ള ശരി ഉമേഷ്, അതിനുശേഷം പിന്നീട് ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് അല്ലെങ്കിൽ ഇന്നത്തേക്ക് താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി വന്ന് സംസാരിച്ച ശേഷമാണോ? തീർച്ചയായും ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള നിർദ്ദേശം SFI പ്രവർത്തകർ ഒരു ഘട്ടത്തിൽ SFI നേതൃത്വം ഇടപെട്ട് തന്നെ പറഞ്ഞു. കാരണം അവർക്ക് മുന്നോട്ട് VCയുടെ ചേംബറിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ ഗ്രില്ലുകൾ ഉപയോഗിച്ച് പൂർണ്ണമായി തടസ്സപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്രില്ല് തകർത്ത് പോയാൽ പോലും തൊട്ടടുത്ത് വീണ്ടും ഒരു ഗ്രില്ലുണ്ട്. ഈ 2 ഗ്രില്ലുകൾ കടന്നു വേണം പോകാൻ. അത്തരത്തിൽ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ 2ാം നിലയിൽ നിന്നുള്ള സമരക്കാരെല്ലാം താഴേക്ക് ഇറങ്ങുന്നത്. താഴേക്ക് ഇറങ്ങിയും ഇവിടെ ഇരുന്ന് പ്രതിഷേധം തുടർന്നു. അതിനുശേഷമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടെത്തുകയും വിദ്യാർത്ഥികളോട് സംസാരിക്കുകയും അവരെ അനുനയിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് സമരം ഇന്നത്തേക്ക് അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതേസമയം വിവിധ പ്രവർത്തകരും നേതാക്കളും അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ചില നാശനഷ്ടങ്ങൾ യൂണിവേഴ്സിറ്റിക്കും ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി അത് റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ജികെ. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. SFIയുടെ പ്രതിഷേധത്തിന്റെ, കേരള സർവകലാശാലയിൽ SFI തീർത്ത വൻ പ്രതിഷേധത്തിന്റെ വിവരങ്ങളായിരുന്നു ഉമേഷ് പങ്കുവച്ചത്.